വർഷങ്ങളായി കേരളീയ സമൂഹത്തിൽ ചർച്ചാ വിഷയമായിരുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധി മലയാള സിനിമയിലും പൊതുസമൂഹത്തിലും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതികളായ പൾസർ സുനി അടക്കമുള്ള 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകനായി പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്ന 8ാം പ്രതിയായ പ്രമുഖ നടനെ കുറ്റവിമുക്തനാക്കിയത് തീവ്രമായ പ്രതികരണങ്ങൾക്കായാണ് വഴിയൊരുക്കിയത്. ഈ വിധിക്ക് ശേഷം ഉടലെടുത്ത വിവാദങ്ങളെക്കുറിച്ചും തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർ പങ്കുവച്ച ശക്തമായ അഭിപ്രായങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വിശകലനമാണ് ഇവിടെ നൽകുന്നത്. നീതി ലഭിക്കുമോ എന്ന ആകാംക്ഷയോടെ മലയാളികൾ ഉറ്റുനോക്കിയ ഒരു കേസാണിത്. കോടതിയുടെ വിധി പ്രകാരം ലൈംഗിക അതിക്രമം, തട്ടിക്കൊണ്ടുപോകൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. എന്നാൽ ഇത്രയും ഗുരുതരമായ കൃത്യം നടന്നതിന് പിന്നിൽ ഒരു കൊട്ടേഷനോ ഗൂഢാലോചനയോ ഇല്ലെന്ന് സ്ഥാപിക്കപ്പെടുന്ന തരത്തിൽ പ്രമുഖ നടനെ വെറുതെ വിട്ടത് അതിജീവിതയോടൊപ്പം നിലകൊള്ളുന്ന വിഭാഗങ്ങളെ ഒന്നടങ്കം നിരാശപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. ലൈംഗിക അതിക്രമം നടന്നുവെന്ന് കോടതി അംഗീകരിച്ചു. 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ ക്രിമിനൽ കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെട്ടു. എന്നാൽ ഈ കുറ്റകൃത്യത്തിന് പിന്നിലെ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ വാദിച്ച വ്യക്തിയെ നിയമത്തിന്റെ കണ്ണിൽ കുറ്റവിമുക്തനാക്കിയത് കേസിന്റെ മൊത്തത്തിലുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇതോടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലും വിധി വിമർശനാത്മകമായി വിലയിരുത്തപ്പെട്ടു. പലരും ഇരയോടൊപ്പം എന്ന നിലപാട് ആവർത്തിക്കുകയും നിയമവ്യവസ്ഥയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പൊതുബോധത്തിൽ നിന്നും വ്യത്യസ്തമായി കോടതി വിധിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ശ്രദ്ധേയമായി. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടുവെന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് താൻ നിയമവ്യവസ്ഥയിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്ന സന്ദേശം അദ്ദേഹം ആദ്യം നൽകിയത്. ദിലീപ് കുറ്റവാളിയല്ല എന്നാണ് കോടതി പറഞ്ഞത്. വിധി എതിരായാൽ ഒരു ഭാഗത്തുള്ളവർക്ക് ആക്ഷേപം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം നിയമപരമായ സത്യവും പൊതുബോധത്തിലെ നീതിബോധവും തമ്മിലുള്ള അന്തരം തുറന്നു കാട്ടുന്നുണ്ട്. കോടതിയുടെ കണ്ടെത്തലുകൾക്ക് മുൻഗണന നൽകണമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ഉന്നയിച്ച ഗൂഢാലോചനാ വാദത്തെ രഞ്ജി പണിക്കർ പിന്തുണച്ചു. തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് ദിലീപ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്ന ചോദ്യത്തിലൂടെ ഒരു പ്രതിക്ക് താൻ നിരപരാധിയാണെന്ന് വാദിക്കാനുള്ള അവകാശത്തെ അദ്ദേഹം അംഗീകരിച്ചു. കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ടുവെന്ന വികാരം ദിലീപിനുണ്ടായാൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം ആരോപണ വിധേയൻ എന്ന നിലയിൽ ദിലീപിനുണ്ടായ മാനസികാഘാതത്തെക്കുറിച്ചും സമൂഹം ചിന്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു. രഞ്ജി പണിക്കരുടെ പ്രതികരണത്തിലെ ഏറ്റവും നിശിതമായ ഭാഗം പോലീസ്, മാധ്യമങ്ങൾ എന്നിവർക്കെതിരെയുള്ള വിമർശനമായിരുന്നു. രാജ്യത്ത് പോലീസുകാർ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തിലെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നു. മാധ്യമങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടുതൽ ശക്തമായിരുന്നു. മാധ്യമങ്ങൾക്ക് അജണ്ട ഇല്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങൾ സാധൂകരിക്കാൻ അവർ എന്തു ചെയ്യും? ഒരു കേസിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും ചില വ്യക്തികളെ കുറ്റക്കാരായി മുൻകൂട്ടി ചിത്രീകരിക്കുന്നതിലും മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് അദ്ദേഹം വിമർശിച്ചു. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയിട്ടില്ല എന്ന വസ്തുത അദ്ദേഹം അംഗീകരിച്ചു. കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. വിധിക്കെതിരെ അപ്പീൽ പോകാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂടാതെ കുറ്റം ചെയ്യാത്തവരെ തിരിച്ചെടുക്കാൻ സിനിമാ സംഘടനകൾക്ക് അവകാശമുണ്ടെന്ന അദ്ദേഹത്തിന്റെ വാദം കോടതി വിധി വന്ന സാഹചര്യത്തിൽ ദിലീപിന് സിനിമാ രംഗത്ത് തിരികെ എത്താൻ സംഘടനകളുടെ ഭാഗത്തു നിന്നും തടസ്സമുണ്ടാകരുതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കേസിൽ നേരിട്ട് പങ്കെടുത്ത 1ാം പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ഇവർക്കെതിരെ പ്രധാനമായും തെളിഞ്ഞു. 1ാം പ്രതി IT നിയമപ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം പൊളിഞ്ഞത് 8ാം പ്രതിയുടെ കാര്യത്തിലാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ നിരാകരിച്ചുകൊണ്ട് നടനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച വ്യക്തിക്കെതിരായ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കാതെ വന്നതോടെ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും 10ാം പ്രതിയായ ശരത്തിനെയും കോടതി വെറുതെ വിട്ടു. 6 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ജഡ്ജി ഹണി എം വർഗീസ് വിധി പ്രസ്താവിച്ചത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധം കാരണമാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. ഈ കേസ് സിനിമാ രംഗത്തെ സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെ നിലനിൽക്കുമോ എന്ന് ഉറ്റുനോക്കിയ ഒരു സന്ദർഭമായിരുന്നു ഇത്. എന്നാൽ കേസിൽ താൻ കുടുക്കപ്പെട്ടതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമാണ് ദിലീപ് വാദിച്ചത്. തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലെന്നും താരം ആരോപിച്ചിരുന്നു. കോടതിയുടെ വിധി ദിലീപിന്റെ ഈ വാദങ്ങൾക്ക് ഭാഗികമായെങ്കിലും നിയമപരമായ സാധ്യത നൽകുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി നിയമപരമായ സത്യവും ധാർമ്മികമായ നീതിയും തമ്മിലുള്ള വലിയൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. രഞ്ജി പണിക്കരെ പോലുള്ള പ്രമുഖർ കോടതി വിധിയെ അംഗീകരിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും പക്ഷാപാതിത്വത്തെ
ചോദ്യം ചെയ്യുന്നത് ഈ കേസിന്റെ സാമൂഹ്യവും നിയമപരവുമായ മാനങ്ങൾ എത്രത്തോളം സങ്കീർണമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകാനുള്ള സാധ്യതകളും അതിജീവിതയുടെ തുടർ നടപടികളും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.